നിനക്കെന്താ പറ്റിയേ? ഇപ്പൊ റീലോ ആയിക്കണല്ല. നിന്റെ വീഡിയോ പോലല്ലോ. നിനക്കെന്താ പറ്റിയേ? ഒന്നും ഇല്ലാന്ന് നീ പറയണ്ട. എന്താ പറ്റിയിട്ടുണ്ട്? നിന്നെ ഇന്നലെ കാണാൻ തുടങ്ങിയല്ലോ. നീ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി? ഞാൻ ഉറങ്ങിയിട്ട് 3 ദിവസമായി. 3 ദിവസം എടുത്ത് ഞാൻ ഒരു റീൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഒരു നല്ല റിസൾട്ട് ഇല്ല. നിനക്കറിയോ? ഞാൻ പിന്നെ എന്താ വേണ്ട? ചിരിച്ചും കളിച്ച് നിൽക്കണോ? നീ പറ. എടാ, നിനക്ക് ഇത്ര പ്രശ്നമാണെങ്കിൽ നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ നിട്ടച്ച് പോ. എന്ത് കാര്യത്തിൽ നിന്റെ പുറകെ നടക്കണം? നിനക്ക് വേറെ പണിക്ക് പോക്കൂടെ? ഡാ എടാ, ഇത്ര കലിപ്പോട്ട് വന്ന് സിനിമ നല്ല പിടിക്കണത്, റീലല്ല എടുക്കണത്. അതേടാ, ഞാൻ സിനിമയൊന്നും അല്ല എടുക്കണത്. പക്ഷെ എനിക്കിത് സിനിമ തന്നെയാ. എടാ, എനിക്കറിയാടാ, ഈ എഡിറ്റർ ആവുന്നോട് നിസ്സാര കളിയിലെന്ന് എനിക്കും അറിയാം. എഡിറ്റർ ഇതിന് പുറകെ കിടക്കാൻ എന്താണെന്ന് നീയോ മറ്റുള്ള ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എടാ, ഞങ്ങളെ പോലുള്ളവന്മാര് ലോകത്തില്ലാത്ത എഡിറ്റും കുത്തിയിരുന്ന് ചെയ്ത് വീട്ടുകാരുടെ ഉപദേശവും കേട്ട് സമാധാനം പോയി അങ്ങോട്ടും കൂടെ നടക്കുമ്പോണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. ദിവസങ്ങളെടുത്ത് വരച്ച പടങ്ങളുടെ വർക്ക് പോലും കാണാൻ ചുമ്മാ ഇരിക്കുന്ന പിള്ളേരുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ആക്രാന്തത്തോടെ ലൈക്ക് ഇടവന്മാർ എവിടെ ഉള്ളു? ഇതൊക്കെ ഒന്ന് മറക്കാനാ വീഡിയോസ് എടുത്തു. ഇങ്ങനെ കിടന്നാലും എങ്ങനെ കിടന്നാലും എഡിറ്റിങ് മനസ്സ് മാറി പറഞ്ഞ് സമാധാനം കിട്ടാൻ ഇങ്ങനെ പ്രഷർ വരുമ്പോണ്ടല്ലോ ഒന്നും കിട്ടാനെന്ന് പറഞ്ഞാൽ പലപ്പോഴും ആലോചിക്കും. ഇതെല്ലാം കാരണം എൻ്റെ പാഷൻ ആയതുകൊണ്ട് കൈ കിട്ടുന്ന എന്തേലും സാധനം എടുത്താണ് പൊട്ടിച്ചതെന്ന് വരെ തോന്നിയതാണ്. പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല മച്ചാനെ, എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല.